ഹായ് ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമാണല്ലോ. നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് അരിയുണ്ടാണ് കേട്ടോ. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക. എന്തെങ്കിലും ഞാൻ പറയുന്നതിൽ മിസ്റ്റേക്ക് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. കാരണം എൻ്റെ മലയാളം അങ്ങനത്തെ ഒരു മലയാളമാണ് കേട്ടോ. കാസർഗോഡ് ഭാഗത്തുള്ളത് കൊണ്ട് ഞാൻ കഴിയുന്ന വിധം മലയാളത്തിൽ സംസാരിക്കാം. സോറി, എൻ്റെ സൗണ്ട് പോയിരിക്കുകയാണ്. എനിക്ക് പനിയും ജലദോഷമുണ്ടായിരുന്നു, അങ്ങനെ സൗണ്ട് പോയിരിക്കണം. അപ്പോൾ ഇതുവരെ കാര്യത്തിലേക്ക് ഞാൻ വന്നില്ല. നമ്മുടെ ഇന്നത്തെ റെസിപ്പി അരിയുണ്ടാണ് കേട്ടോ. അപ്പോൾ അരിയുണ്ടത്തിന് വേണ്ടി ഉമ്മ നല്ലോണം അരി വറുക്കുന്നുണ്ട്. എൻ്റെ റെസിപ്പിയല്ല, എൻ്റെ ഉമ്മാൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ ഉമ്മാൻ്റെ കൈപ്പുണ്യം എന്ന് പറഞ്ഞത് നമുക്ക് ആർക്കും പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ്. ഉമ്മ ഉണ്ടാക്കി തന്നാലും നമുക്കതിന് ഒരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ ഇതും നല്ലൊരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഉമ്മ നല്ലോണം ഒന്ന് അരി വറുത്തിട്ടുണ്ട്. അപ്പോൾ അരി നല്ലോണം ചൂടുള്ളത് കൊണ്ട് പ്ലാസ്റ്റിക്കിലൊന്നും ഇടാൻ പാടില്ല. നമ്മൾ സ്റ്റീൽ പാത്രത്തിലാണ് അരി വറുത്തിട്ട് ഇട്ടിരിക്കുന്നത്. ഇതൊന്ന് തണിയാൻ വേണ്ടി കേട്ടോ. കാരണം നമുക്ക് മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ടിട്ടാകുമ്പോൾ ചൂടോടെ ഇടാൻ പറ്റത്തില്ല. അതുകൊണ്ട് വേണ്ടി അങ്ങനെ ചൂടാറിയ ശേഷം ഉമ്മ മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ടിട്ടുണ്ട് അരിയൊക്കെ. എന്നിട്ട് ഒന്ന് നന്നായി ഫൈൻ പൊടിയാക്കിയിട്ട് എടുത്തിട്ടുണ്ട്. കുറച്ച് തെരിതെരിപ്പ് അരിയിലുണ്ട് കേട്ടോ. നന്ന ഫൈനൊന്നും ആയിട്ടില്ല, എന്നാലും കുറച്ച് തെരിതെരിപ്പുണ്ട്. അപ്പോൾ രണ്ടാമത്തെ ആളാണ് നമ്മുടെ തേങ്ങ. അപ്പോൾ ഈ തേങ്ങ ഞാൻ ഒന്ന് ചിരകിയിട്ടല്ലോ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു ഫുള്ള് തേങ്ങ എടുത്തിട്ടുണ്ട് ഇതിലേക്ക്, അരിപ്പൊടിയിലേക്ക് കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമ്മൾ ബെല്ലം, ഞാൻ ഇങ്ങ് കാസർഗോഡ് ഭാഷത്തിലാണ് ഇത് ബെല്ലം എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങളങ്ങോട്ടൊക്കെ നിങ്ങളെ നാട്ടിൽ ഇതിനെന്താ പേരെന്ന് പറയണം കേട്ടോ. കമൻറ്റിലൊന്ന് അറിയിച്ചാൽ മതി. ഓക്കെ, അപ്പോൾ ഞാൻ അതിനാണ് ഇങ്ങനെ ഒന്ന് ക്ലിയർ ആയിട്ട് കാണിക്കുന്നത്, ഇത് ബെല്ലയാണെന്ന്. ഓക്കെ, അപ്പോൾ ഇതിനൊന്ന് ചെറിയ കഷ്ണമാക്കിയിട്ട് നമ്മൾ ഒരു പാത്രത്തിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് തിളപ്പിക്കാൻ വേണ്ടി വെച്ചിട്ട് നന്നായി മെൽട്ടായിട്ട് കിട്ടാൻ വേണ്ടിയാണ് കേട്ടോ. അപ്പോൾ ഇത് നല്ലോണം ഉരുകിയതിന് ശേഷം നമ്മൾ ഇത് ഒരു മറ്റേ പാത്രത്തിലേക്ക് നമ്മൾ ആഡ് ചെയ്യും. അരപ്പ വെച്ചിട്ടാണ് നമ്മൾ ഇത് ആഡ് ഒഴിച്ചത്. കാരണം ഈ നമ്മൾ ഇത് തിളപ്പിക്കുമ്പോൾ ഇതിൻ്റെ അടിയിൽ കുറച്ച് വേസ്റ്റൊക്കെ ഉണ്ടാവും. ചിലതിലുണ്ടാവുന്നു, ചിലതിൽ ഉണ്ടാവുന്നില്ല. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടി, കല്ലൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, ഇതിപ്പോൾ കാണാൻ പറ്റും നിങ്ങൾക്ക് ഇതിൽ വേസ്റ്റ് ഉള്ളത്. ഓക്കെ, അത് കഴിഞ്ഞപ്പാട് നമ്മൾ ഇതിലേക്ക് തേങ്ങ ചിരകി വെച്ചത് ഒന്ന് ആഡ് ചെയ്യണം. തേങ്ങ ചിരകി വെച്ച് ആഡ് ചെയ്തിട്ട് ഒന്ന് നന്നായി ഇളക്കി കൊടുക്കുക. ചൂടുള്ളത് കൊണ്ട് കൈയിടാൻ പറ്റത്തില്ല, അതുകൊണ്ട് നമ്മൾ ഒരു കയ്യിൽ വെച്ചിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ അരിപ്പൊടി ഒന്ന് ആഡ് ചെയ്യണം. ഒന്നിച്ചിട്ട് കുറച്ചിട്ടിട്ട് ഒന്ന് ഇളക്കി കൊടുക്കണം. അപ്പോൾ ഉമ്മ ഇടുന്നുണ്ട്, ഞാൻ ഇളക്കി കൊടുക്കുന്നുണ്ട്. ലാസ്റ്റിനായിട്ട് ചേർക്കുന്നത് നെയ്യാണ് കേട്ടോ. അപ്പോൾ കുറച്ച് നെയ്യും ചേർത്തിട്ടുണ്ട്. നെയ്യ് ചേർത്തപ്പാട് ഞാനും പിന്നെ ഉമ്മയും പിന്നെ അപ്പുറത്തെ വീട്ടിലത്തെ ഇത്താത്തയും ഞങ്ങൾ 3 പേര് കൂടിയിട്ട് പാർട്ട്ണറിൽ നല്ല ആർക്ക് വേഗം ഉണ്ട പിടിക്കാൻ പറ്റുന്നിട്ട് അങ്ങനെ നമ്മൾ 3 പേര് കൂടിയിട്ട് ഉണ്ട പിടിച്ചട്ടാ. അങ്ങനെ കുറച്ച് ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നുണ്ട് ഉണ്ടായിൽ. നമ്മളെല്ലാവരും അപ്പുറത്തെ താത്തയും നമ്മൾ എല്ലാം ഒന്നിച്ചിട്ടാണ് ചായ കുടിച്ചത്. അതുകൊണ്ട് അതിൻ്റെ ഒരു സന്തോഷം പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ അങ്ങനെ നമ്മൾ 3 പേര് കഴിഞ്ഞിട്ട് നല്ല കുറേ ഉണ്ട പിടിച്ചു. അപ്പോൾ ലാസ്റ്റ് വ്യൂ ഞാൻ കാണിച്ചു തരാം. അങ്ങനെ നമ്മുടെ ചായയും തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ചായം തിളച്ച് വന്നു. നമ്മളിങ്ങനെ ചായ കപ്പിലേക്ക് ഒഴിച്ചു. ഇതാ നമ്മുടെ അരിയുണ്ട ഇങ്ങനെ റെഡി ആയിട്ടുണ്ട്. വളരെ ടേസ്റ്റിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എൻ്റെ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ആരും മറക്കരുത്. ബൈ, ടേക്ക് കെയർ.